അതുകൊണ്ട് അതിൻ്റെ ജസ്റ്റ് പറഞ്ഞ് നമുക്ക് പതുക്കെ മുന്നോട്ട് പോകാം. ഒന്നാമത്തെ അധ്യായം, ഗീത എന്ന് പറയുന്നത് സ്വതന്ത്രമായ ഒരു കൃതിയല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രസിദ്ധങ്ങളായിട്ടുള്ളത് 3 ഗ്രന്ഥങ്ങളാണ്. ഇന്ത്യയിൽ ആസേതു ഹിമാചലം പ്രസിദ്ധങ്ങളായിട്ടുള്ളത് 3 ഗ്രന്ഥങ്ങളാണ്. ഒന്ന് ഭഗവത്ഗീത, മറ്റൊന്ന് ദേവി മഹാത്മ്യം, ഇനിയൊന്ന് ജയദേവ കവിയുടെ അഷ്ടപതി ഗീതഗോവിന്ദം. ഗീതഗോവിന്ദം കലാകാരന്മാരുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായിട്ടുള്ളത്. സാധാരണ ജനങ്ങളുടെ ഇടയിൽ അത്ര പ്രസിദ്ധമല്ല. സാധാരണ ജനങ്ങളുടെ ഇടയിൽ അതിപ്രസിദ്ധമായിട്ടുള്ള 2 ഗ്രന്ഥങ്ങളിൽ ഒന്ന് ഭഗവത്ഗീതയാണ്. എങ്ങനെയാണ് ഉറപ്പിക്കുന്നത് ഇതാണ് ഏറ്റവും കൂടുതൽ പ്രസിദ്ധം പ്രചാരത്തിലുള്ളതെന്ന് എങ്ങനെയാണ് ഉറപ്പിക്കുന്നത്? ഏറ്റവും കൂടുതൽ കയ്യെഴുത്ത് പ്രതികളും മാനുസ്ക്രിപ്റ്റ്സും കിട്ടിയിട്ടുള്ളത് ഗീതയും ദേവി മഹാത്മ്യത്തിലും. ഇത് രണ്ടും സ്വതന്ത്ര കൃതികളല്ല. ഇത് രണ്ടും ഒരു വലിയ പുസ്തകത്തിന്റെ ചെറിയ ഭാഗമാണ്. മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിലെ ഒരു ഭാഗമാണ് ഭഗവത്ഗീത. മാർക്കണ്ഡേയ പുരാണത്തിലെ 13 അധ്യായങ്ങളാണ് ദേവി മഹാത്മ്യം. ഇത് രണ്ടും സ്വതന്ത്ര കൃതികളല്ല. ഇത് വലിയ കൃതിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണെങ്കിലും ഇതിന് രണ്ടിനും സ്വതന്ത്ര കൃതികളെക്കാൾ കൂടുതൽ പ്രാധാന്യം ലഭിച്ചിട്ടുണ്ട്. ഗീത ഇന്ന് കാണുന്നത് പോലെ ഉരുത്തിരിഞ്ഞു വന്നത് ഏകദേശം 2-ാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ്. ഞാൻ അതിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതായത് ഈ ആധുനിക ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് 5000 വർഷം മുമ്പ് ഉണ്ടായതാണ് ഗീത എന്നൊന്നും ഞാൻ കരുതുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ കരുതുന്നതിൽ നിങ്ങൾ അങ്ങനെ കരുതുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ചിലപ്പോൾ 5000 വർഷം മുമ്പ് ഉണ്ടായിട്ടുണ്ടാകാം, എനിക്കറിയില്ല. പക്ഷെ ആധുനിക ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായങ്ങളെ മാനിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ ഇനിയുള്ള കാലത്ത് സാധ്യമല്ല. കാരണം ചെറുപ്പക്കാരെല്ലാം ആധുനിക ശാസ്ത്രത്തിന്റെ രീതിയിൽ ചിന്തിക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ട് അവരുടെ യുക്തിസഹമായിട്ടുള്ള ചിന്തകൾക്കും പ്രസക്തി കൊടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. 5000 കൊല്ലം മുമ്പുണ്ടായതാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഭാഷ ഉരുത്തിരിഞ്ഞ് വന്നിട്ട് 3000 വർഷമേ ആയിട്ടുള്ളൂ എന്നാണ് ആധുനിക ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസ് പറയുന്നത്. 3000 വർഷങ്ങൾക്ക് മുമ്പ് ബ്രെയിനിന്റെ 2 ഹെമിസ്ഫിയറും വിഘടിച്ചായിരുന്നു നിന്നിരുന്നത് എന്നും ആ സമയത്ത് ഒരു ബ്രെയിനിലെ ചിന്ത മറ്റേ ബ്രെയിനിന്റെ ഭാഗം, ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബ്രെയിനിന് റൈറ്റ് സൈഡ് ഓഫ് ദ ബ്രെയിനിന്റെ ചിന്തകൾ ആകാശവാണിയായിട്ടാണ് തോന്നിയിരുന്നത് എന്നുമുള്ള പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പിന്നീടാണ് ഈ 2 ബ്രെയിൻസ് ഇതും കൂടി ആ മിഡിൽ പാർട്ട് വഴി യോജിക്കുന്നതും ഒരു ബ്രെയിനായിട്ട് ഉരുത്തിരിഞ്ഞു വരുന്നതും ഭാഷയൊക്കെ ഉണ്ടാവുന്നതും. അപ്പൊ ഭാഷ ഉണ്ടായി കഴിഞ്ഞിട്ട് ഏതായാലും ഗീത ഉണ്ടാകാൻ വഴിയുള്ളൂ. അതുകൊണ്ട് 1-ാം നൂറ്റാണ്ട് 2-ാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് ഗീത ഇന്ന് കാണുന്നത് പോലെ ആയി തീർന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഗീത ഒരു രീതിയിലും കുറഞ്ഞ ഒരു ഗ്രന്ഥമാണ് എന്ന് അർത്ഥമില്ല. എത്ര കാലം പഴക്കമുണ്ട് എന്നുള്ളതല്ല, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയോജനമുണ്ട് എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ 2-ാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് ഈ ഗീത ഇന്ന് കാണുന്നത് പോലെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. ഇത് ഒരു കാലഘട്ടത്തിലൂടെ വളർന്ന ഒരു കൃതിയാണ്. എഴുതിയപ്പോൾ തന്നെ അങ്ങനെയുള്ള കൃതിയല്ല. അത് ഭാരതം വായിച്ചു നോക്കിയാലും നമുക്ക് മനസ്സിലാകും. ഭാരതത്തിന് ഒരുപാട് പാഠഭേദങ്ങളുണ്ട്. 18ഓ 20ഓ പാഠഭേദങ്ങൾ നോക്കിയിട്ടാണ് സുക്തങ്കർ ഭണ്ഡാർക്കർ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിൽ വർഷങ്ങളെടുത്ത് മഹാഭാരതത്തിന്റെ എഡിറ്റഡ് രൂപം പുറത്തിറക്കിയത്. 21 വോള്യങ്ങളായിട്ടാണ് മഹാഭാരതത്തിന്റെ എഡിറ്റഡ് ഭാഗം പുറത്തിറക്കിയത്. അന്ന് അദ്ദേഹം മലയാളത്തിലുള്ള മഹാഭാരതത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി സ്കോപ്പ് ഉണ്ടെന്ന് അർത്ഥം അതിൽ ഗവേഷണത്തിന്. അപ്പൊ കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിട്ടുള്ള മഹാഭാരതത്തിന്റെ തനി തർജ്ജമയാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ഭാഷാഭാരതം. ആ ഭാഷാഭാരതത്തിന്റെ തനി ഗദ്യ തർജ്ജമയാണ് പ്രകാശൻ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ള മഹാഭാരതം. അപ്പം ഭാരതം പല നാടുകളിൽ പല കഥകളായിട്ടാണ് വരുന്നത്. അത് പാടി നടക്കുന്നവര് അവരുടെ യുക്തിക്കനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പീരിയഡ് ഓഫ് ടൈം കൊണ്ട് 2-ാം നൂറ്റാണ്ട് BCE മുതൽ 2-ാം നൂറ്റാണ്ട് CE, ഇപ്പൊ AD BC എന്ന് പറയില്ല, സെക്യുലർ ആണല്ലോ, അതുകൊണ്ട് ബിഫോർ കോമൺ ഇറ അങ്ങനെയാ പറയാം. ആ കാലഘട്ടത്തിലാണ് ഇത് ഏകദേശം ഉരുത്തിരിഞ്ഞു വന്നത്. ഇത് ഉരുത്തിരിഞ്ഞു വന്നതിന് ശേഷം സാഖ്യയോഗങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പാണ് ഗീത ഉണ്ടാക്കുന്നത്. പതഞ്ജലി മഹർഷി യോഗസൂത്രം രചിക്കുന്നത് 5-ാം നൂറ്റാണ്ടിലാണ്. 400 CEയിലാണ്
375 CE ടു 425 CE ആണ് യോഗസൂത്രത്തിന്റെ കാലഘട്ടം പറയുന്നത്. 475 CEയിലാണ് ഈശ്വരകൃഷ്ണൻ സാഖ്യകാരിക ഇന്ന് കാണുന്നത് പോലെ എഴുതുന്നത്. അതിനു മുമ്പ് രൂപീകൃതമായ ടെക്സ്റ്റാണ് ഗീത. ഗീത സാഖ്യയോഗങ്ങളുടെ അതിസ്വാധീനമുള്ള ഒരു ഗ്രന്ഥവും കൂടിയാണ്. ഈ ഗീത രൂപീകൃതമായതിന് ശേഷം ഗീതയിൽ കൈവയ്ക്കാത്തതായിട്ടുള്ള ഒരാചാര്യനും ഭാരതത്തിലുണ്ടായിട്ടില്ല. എല്ലാ ആചാര്യന്മാരും അവരുടെ മതം പക്ഷം സ്ഥാപിക്കാൻ ഗീതയെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ശ്രീ രാമാനുജാചാര്യര് വിശിഷ്ടാദ്വൈത മതസ്ഥാപനത്തിന് ഗീതാവ്യാഖ്യാനം നടത്തിയിട്ടുണ്ട്, ശ്രീഭാഷ്യം. ശങ്കര ഭഗവത് പാദര് തൻ്റെ അദ്വൈതം സ്ഥാപിക്കാനായിട്ട് ഗീതാഭാഷ്യം നടത്തിയിട്ടുണ്ട്. അതേപോലെ ഞാൻ ഉപയോഗിക്കുന്നത് അഭിനവഗുപ്ത പാദരുടെ ഗീതാർത്ഥ സംഗ്രഹമാണ്. അഭിനവഗുപ്ത പാദര് തൻ്റെ ഭാഗം ന്യായീകരിക്കാനും സമർത്ഥിക്കാനുമായിട്ട് അദ്ദേഹം ഗീതയ്ക്ക് ഭാഷ്യം എഴുതിയിട്ടുണ്ട്, ഗീതാർത്ഥ സംഗ്രഹം. ഗീതയ്ക്ക് ഭാഷ്യം എഴുതാത്തതായിട്ടുള്ള ഒരാചാര്യനും ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല. സ്വമതസ്ഥാപനത്തിന് ഗീതാഭാഷ്യം അനിവാര്യമാണ്. അത്രയും ശക്തമാണ് ഈ ഗ്രന്ഥം. ആധുനിക കാലഘട്ടത്തിൽ ഇതിന് യുക്തിവാദപരമായ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യാഖ്യാനവും ഉണ്ടായിട്ടുണ്ട്. അത് എഴുതിയത് മലയാളിയാണ്. മലയാളി ആയതുകൊണ്ട് ഏത് ഭാഷയിലായിരിക്കും എഴുതിയത് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. ഏതിലായിരിക്കും? ഇംഗ്ലീഷിൽ. മലയാളിക്ക് മലയാളം എന്ന് കേട്ടാൽ ഒരു രണ്ടാം കിടയാണ്. വേറെ ഒരാൾക്കും അതില്ല, നമുക്ക് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് മലയാളിയുടെ അങ്ങനെ ഒരു ഈ അടുത്ത കാലത്താണ് ആ ബുക്ക് പബ്ലിഷ്ഡ് ആയിട്ടുള്ളത്. അപ്പം ഗീത ഒരു വലിയ സ്വാധീനമുള്ള ഒരു ടെക്സ്റ്റാണ്. അഭിനവഗുപ്ത പാദര് പറയണത് ഗീതയിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് മോക്ഷമാണ്. മോക്ഷമാണ് ഗീതയിലെ പ്രതിപാദ്യ വിഷയം. അപ്പൊ ഗീതാ വ്യാഖ്യാനം ചെയ്യാത്തതായിട്ടുള്ള ഒരാചാര്യനുമില്ല എന്നുള്ളത് കാണിക്കുന്നത് ഗീതയുടെ ഭാരതീയ സംസ്കാരത്തിലുള്ള സ്വാധീനത്തെക്കുറിച്ചാണ്. 700-ൽ പരം ശ്ലോകങ്ങളുണ്ട്. പ്രചാരത്തിലുള്ള ഗീതയിൽ 700 ശ്ലോകങ്ങളും അഭിനവഗുപ്ത പാദരുടെ കാശ്മീരി പാഠത്തിൽ 714 ശ്ലോകങ്ങളും ഭീഷ്മപർവം അനുസരിച്ച് ഗീതാപർവത്തിലെ ശ്ലോകങ്ങൾ ധൃതരാഷ്ട്രന് ഇത്ര ശ്ലോകം പറഞ്ഞു, അർജുനൻ ഇത്ര ശ്ലോകം പറഞ്ഞു, സഞ്ജയൻ ഇത്ര ശ്ലോകം പറഞ്ഞു, അങ്ങനെ കണക്കൂട്ടി നോക്കിയാൽ 745 ശ്ലോകങ്ങൾ ഉണ്ടാകണം. പക്ഷെ 745 ശ്ലോകങ്ങൾ ഗീതയ്ക്കില്ല. ഗീതയ്ക്ക് 701. അതിൽ 13-ാം അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകം ആരും വ്യാഖ്യാനിച്ചിട്ടില്ല. അതുകൂടെ കൂട്ടിയാൽ 701 ശ്ലോകങ്ങൾ. കാശ്മീരി റിസഷനിൽ 714 ശ്ലോകങ്ങൾ. 745 ശ്ലോകങ്ങൾ ഇന്ന് വരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് കോസാംബി എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇടതുപക്ഷക്കാരനായിട്ടുള്ള പണ്ഡിതനാണ്, മഹാപണ്ഡിതനായിരുന്നു. അദ്ദേഹം ഗീതയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ പറഞ്ഞിട്ടുണ്ട്. അവരും പറഞ്ഞിട്ടുണ്ട്, ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും നിരീശ്വരവാദികളും എല്ലാവരും ഗീത കൈവച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം ശ്ലോകം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം 8 അക്ഷരം വീതമുള്ള വരികളാണ് ശ്ലോകം. അനുഷ്ടുപ്പ് ശ്ലോകമാകുന്നത് അങ്ങനെയാണ്, 8 അക്ഷരം വീതമുള്ള വരികൾ. അങ്ങനെ ഗീതയിലെ അക്ഷരങ്ങൾ മുഴുവൻ നമ്മൾ 8 അക്ഷരങ്ങളായിട്ട് തിരിച്ചാൽ, ഞാൻ ചെയ്തു നോക്കിയിട്ടില്ല, എനിക്ക് സമയം കിട്ടിയിട്ടില്ല, അതിന് താല്പര്യവുമില്ല, അതുകൊണ്ടും കൂടിയാണ്. ഗീതയിലെ മുഴുവൻ ശ്ലോകങ്ങളുടെ 8 അക്ഷരമായിട്ട് തിരിക്കുക. അങ്ങനെ തിരിച്ചാൽ ഇതിൽ 745 ശ്ലോകങ്ങളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇതിലെല്ലാ ശ്ലോകങ്ങളും അനുഷ്ടുപ്പ് വൃത്തത്തിലല്ല. ഇതിൽ ചില ശ്ലോകങ്ങൾ തൃഷ്ടുപ്പ് വൃത്തത്തിലാണ്. തൃഷ്ടുപ്പ് വൃത്തം ക്ഷത്രിയ വൃത്തമാണ്. കുറച്ച് ഗംഭീരമായിട്ടുള്ള കാര്യങ്ങൾ ഗീതാകാരന് പറയണമെന്ന് തോന്നുമ്പോഴെല്ലാം അദ്ദേഹം അനുഷ്ടുപ്പ് ഉപേക്ഷിച്ച് തൃഷ്ടുപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ തൃഷ്ടുപ്പിന് അക്ഷരങ്ങൾ കൂടും. അനുഷ്ടുപ്പിന് 24 അക്ഷരമേ ഉള്ളൂ എങ്കിൽ തൃഷ്ടുപ്പിന് 44 അക്ഷരങ്ങളുണ്ട്. 11 അക്ഷരം വീതമുള്ള 4 വരിയാണ് തൃഷ്ടുപ്പ്. ഇത് ക്ഷത്രിയ വൃത്തമാണ്. അപ്പം ആ 40 അപ്പം കണക്കൂട്ടി നോക്കിയാൽ ഏകദേശം 745 ഉണ്ടാകണം ശ്ലോകങ്ങൾ. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊരു വിഷയമല്ല തോന്നുന്നു. ഞാൻ ഇതൊക്കെ എന്തിനാ പറയുന്നത് വെച്ചാൽ ഒരു രസം, ഒരു വാമപ്പ് പോലെയാണ്. നമ്മൾ ആ പ്രധാന കാര്യത്തിലേക്ക് കയറുന്നതിന് മുമ്പ് കുറച്ചൊക്കെ രസകരവും ചരിത്രപരവും ഒക്കെ ആയിട്ടുള്ള കാര്യം പറഞ്ഞ് നമ്മുടെ അകത്തേക്ക് കയറില്ല. ആദ്യം തന്നെ വന്ന് ഗഹനമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നാളെ നിങ്ങൾ വരുമോ എന്ന് എനിക്ക് സംശയമാണ്. നാളെ നിങ്ങൾ വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം, എന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് 745 ശ്ലോകങ്ങൾ ഏകദേശം. അപ്പം നമ്മൾ ഉപയോഗിക്കുന്നതിനകത്ത് 714ഓളം ശ്ലോകങ്ങൾ അഭിനവഗുപ്ത പാദരുടെ വ്യാഖ്യാനം അനുസരിച്ച്. ഗീതയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. ഗീത എന്ന് പറയുന്നത് ഒരു ലൈവ് റിലേ അല്ല. ഗീതയ്ക്കെതിരെയുള്ള ഒരു വലിയ ആരോപണം, ആധുനിക പല പണ്ഡിതന്മാരുടെയും ഏറ്റവും വലിയൊരു ആരോപണം ഗീത പ്രക്ഷിപ്തമാണ് എന്നാണ്.
അതായത് പിന്നീട് ഗീത പുറത്തുനിന്ന് ആരും എഴുതിയിട്ട് ഭാഗവതത്തിനകത്ത് കുത്തിത്തിരിക്കിയതാണ് എന്നാണ്. അത് അടിസ്ഥാനരഹിതമായ വാദമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗീത ലൈവ് റിലേ അല്ല, ഗീത റെക്കോർഡഡ് റിലേ ആണ്. അതായത് യുദ്ധക്കളത്തിൽ നടക്കുമ്പോൾ നടക്കുന്നത് പോലെ അല്ല ഗീത. 10ാമത്തെ ദിവസമാണ് ഗീത വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് അത് ഭീഷ്മ പർവ്വത്തിൽ വെച്ചത്. ആദ്യത്തെ ദിവസമാണ് ഗീത സംഭവിച്ചത് എങ്കിലും ആദ്യത്തെ ദിവസം ഇത് റിലേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 10ാമത്തെ ദിവസമാണ് ഇത് റിലേ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന ഗീത എന്ന് പറയുന്നത് ശ്രീകൃഷ്ണാർജുന സംവാദം അല്ല. നമ്മൾ കേൾക്കുന്ന ഗീത എന്ന് പറയുന്നത് സഞ്ജയ ധൃതരാഷ്ട്ര സംവാദം, ഡയറക്റ്റ് റിലേ അല്ല. കിം അകുർവത സഞ്ജയ എന്നാണ് ആദ്യത്തെ ശ്ലോകത്തിൽ ധൃതരാഷ്ട്രര് സഞ്ജയനോട് ചോദിക്കുന്നത്. അകുർവത എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്, പ്രസന്റ് ടെൻസ് അല്ല. അവർ എന്ത് ചെയ്തു സഞ്ജയ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നല്ല ചോദിച്ചത്. സംസ്കൃത ഭാഷയുടെ ഒരു പ്രത്യേകത, ആ ഭാഷയിൽ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ ആ വാക്കിലൂടെ സമയവും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. 3 കാലങ്ങളാണ് സംസ്കൃതത്തിലുള്ളത്. ഒന്ന് ഇപ്പോൾ നടക്കുന്നത്, രണ്ടാമത്തേത് ഇപ്പോൾ നടക്കുന്നതിന് അദ്യതനം എന്ന് പറയും, രണ്ടാമത്തേത് അനദ്യതനം. ഇപ്പോൾ നടക്കുന്നതിന് തൊട്ട് മുമ്പ് മുതൽ നമ്മുടെ ഓർമ്മയുടെ അങ്ങേ തലം വരെയുള്ളത് അനദ്യതനം, പാസ്റ്റ് ടെൻസ്. അതിനും അപ്പുറം നടന്നിട്ടുള്ളത്, അത് പരോക്ഷമായിട്ട് നടക്കുന്നത്, അതാണ് ഉവാച, പരോക്ഷമായിട്ട് നടക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ പൊതുവെ നമ്മൾ ഇപ്പോൾ നടക്കുന്നതും നമ്മുടെ ഓർമ്മയുടെ അറ്റം വരെയുള്ളതും മാത്രമേ നമുക്ക് അറിയാവൂ. അപ്പൊ നമ്മുടെ ടെൻസ് എന്ന് പറയുന്നത് അത് രണ്ടും ഉള്ളൂ. അതിനപ്പുറം നടക്കുന്നതാണ് ഉവാച എന്ന് പറയുന്നത്. സൈക്കോളജിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ അതാണ് നമ്മളുടെ ഉപബോധ മനസ്സിന്റെ ഉള്ളടക്കം. ആ ഉപബോധ മനസ്സിന്റെ, കാരണം ബോധ മനസ്സ് എന്ന് പറയുന്നത് ഇന്നലകളുടെയും ഇന്നുകളുടെയും സാരാംശമാണ്. പക്ഷെ നമ്മളുടെ ബോധ മനസ്സിനെ നിയന്ത്രിക്കുന്നത് അബോധ മനസ്സാണ്. ആ അബോധ മനസ്സ് എന്ന് പറയുന്നത് ഇന്നലകൾക്കും അപ്പുറമുള്ള സംഭവങ്ങളുടെ നീക്കിയിരിപ്പാണ്. ആ നീക്കിയിരിപ്പുകൾ പരോക്ഷ ഭൂതകാലമാണ്. പരോക്ഷ ഭൂതകാലമാണ് ഉവാച. അപ്പൊ പരോക്ഷ ഭൂതകാലം, അദ്യതന ഭൂതകാലം, അനദ്യതന ഭൂതകാലം. അദ്യതനം, അനദ്യതനം, പരോക്ഷം, 3 കാലങ്ങളാണ്. അപൂർവത എന്നുള്ളത് അനദ്യതന ഭൂതകാലം, ഇന്നലകളിൽ സംഭവിച്ചത്, ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ല, മുമ്പ് സംഭവിച്ചിട്ടുള്ളതല്ല. അവ 10 ദിവസം മുമ്പാണ് അത് സംഭവിച്ചത്. യുദ്ധം തുടങ്ങിയ സമയത്ത് ഇത് ലൈവ് ടെലികാസ്റ്റിലുള്ള ലൈസൻസ് വ്യാസഭഗവാൻ കൊടുത്തത് സഞ്ജയനാണ്, സോൾ ലൈസൻസ്. ഇപ്പൊ ചില ക്രിക്കറ്റ് മാച്ചൊക്കെ റിലേ ചെയ്യാൻ ചിലർക്ക് മാത്രമേ അനുവാദമുള്ളൂ, വേറെ ആർക്കും അനുവാദമില്ല. അപ്പൊ അവർക്ക് കപ്പം കൊടുത്തിട്ടാണ് ഇത് റിലേ ചെയ്യുന്നത്. അപ്പൊ അതേപോലെയാണ് സഞ്ജയന് മാത്രമേ ഇത് റിലേ ചെയ്യാനുള്ള അനുവാദം കൊടുത്തിരുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്നത്തെ പോലെയല്ല ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും കയറി അടിക്കാമെന്നുള്ളതല്ല, ചോദിച്ചാലേ പറയാൻ പാടുള്ളൂ. നമ്മുടെ മഹർഷിമാരുടെ സംസ്കാരത്തിനൊക്കെ ഒരു പ്രത്യേകതയുള്ളത് ചോദിച്ചാൽ മാത്രമേ പറയാൻ പാടുള്ളൂ. നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലും നമ്മുടെ സംസ്കാരത്തിന് പൂർണ്ണമായി ചേർന്നതല്ല, പക്ഷെ കാലികമാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഇങ്ങനെയാണെന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ചോദിച്ചാലേ പറയാൻ പാടുള്ളൂ. അഗസ്ത്യരോട് ലളിതാപരമേശ്വരിയെ കുറിച്ച് സർവ്വതും പറഞ്ഞു കൊടുത്തു ഹയഗ്രീവ മഹർഷി. ലളിതാ സഹസ്രനാമം എന്നൊരു കേമമായ സഹസ്രനാമം ഉണ്ട് എന്നും പറഞ്ഞു കൊടുത്തു. പക്ഷെ സഹസ്രനാമം പറഞ്ഞു കൊടുത്തില്ല. അഗസ്ത്യര് കാത്തു നിൽക്കുക, ഇന്ന് പറയും, നാളെ പറയും, മറ്റന്നാൾ പറയും എന്നൊക്കെ വിചാരിച്ചിട്ട് പറഞ്ഞില്ല. അങ്ങനെ ഹയഗ്രീവരുടെ അടുത്ത് ചെല്ലുകയാണ്. എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടാണോ ലളിതാ പരമേശ്വരിയുടെ സഹസ്രനാമം ഉപദേശിച്ച് തരാതിരുന്നത്, അതോ അങ്ങ് മറന്നുപോയത് കൊണ്ടാണോ? അങ്ങനെ വരാൻ വഴിയില്ല, എങ്കിലും ചോദിച്ചതാണ് എന്ന് പറയുമ്പോഴാണ് ഹയഗ്രീവര് പറയുന്നത്, നിനക്ക് കുറവുള്ളത് കൊണ്ടോ ഞാൻ മറന്നുപോയത് കൊണ്ടോ അല്ല, ചോദിച്ചാൽ മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. അതാണ് വിദ്യാർത്ഥി. അർത്ഥിച്ചു വരണം, ചോദിച്ചു വരണം. അവകാശമൊന്നുമല്ല, മുട്ടി ചുരുട്ടി വായുവിനെ മർദ്ദിച്ച് നേടേണ്ടതല്ല വിദ്യാഭ്യാസം. അങ്ങനെ കിട്ടുന്ന വിദ്യാഭ്യാസം ശോഭിക്കില്ല. പഞ്ചപുച്ഛമടക്കി ഗുരുവിൻ്റെ മുമ്പിൽ ഓച്ഛാനിച്ച് നിന്ന് ഔദാര്യ പുരസരം കിട്ടുന്ന വിദ്യയാണ് ശോഭിക്കുക. അതുകൊണ്ടാണ് കർണന്റെ വിദ്യ ശോഭിക്കാതിരുന്നത്. കർണൻ ആദ്യത്തെ സർട്ടിഫിക്കറ്റ് തിരുത്തിയ ആള് കർണനാണ്. ഇപ്പം ജാതി സർട്ടിഫിക്കറ്റ് താഴോട്ടാണ് തിരുത്തുന്നതെങ്കിൽ അന്ന് ജാതി സർട്ടിഫിക്കറ്റ് മുകളിലോട്ടാണ് തിരുത്തിയിരുന്നത്. അപ്പൊ അതുകൊണ്ട് കർണന്റെ ജാതി സർട്ടിഫിക്കറ്റിലെ തിരുത്ത് ബ്രാഹ്മണനാണെന്നാണ്.
ഇന്ന് ബ്രാഹ്മണര് പോലും SC ST OBC കാരണം ആനുകൂല്യമാണ്, ജാതിയൊന്നും ഇതിനകത്തില്ല. ഇത് മലന്ന് വീണാൽ കാപ്പണം, കമിഴ്ന്ന് വീണാൽ അരപ്പണം എന്നുള്ള പോളിസിയാണ്. അല്ലാതെ വേറൊന്നുമില്ല. ആരുടെ ഉള്ളിലും ജാതിയും ഒന്നുമില്ല, മതവും ഒന്നുമില്ല. ഇതൊക്കെ ചില്ലാനം കിട്ടാനുള്ള ചില്ലറ പരിപാടികൾ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് അന്ന് ജാതി സർട്ടിഫിക്കറ്റ് മുകളിലോട്ടാണ് തിരിച്ചിരുന്നത്. കാലം മാറി, ഇന്ന് അങ്ങനെയല്ല. അപ്പൊ അദ്ദേഹമാണ് ആദ്യത്തെ ജാതി സർട്ടിഫിക്കറ്റ് തിരുത്തിയത്. കാരണം പരശുരാമൻ ബ്രാഹ്മണർക്ക് മാത്രമേ പഠിപ്പിച്ചു കൊടുക്കുള്ളൂ. പരശുരാമന്റെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ സ്ട്രിക്ട്ലി ഓൺലി ഫോർ ബ്രാഹ്മിൻസ് ആണ്, ക്ഷത്രിയർക്ക് പോലും ഇല്ല. അങ്ങനെ കർണൻ താൻ ബ്രാഹ്മണനാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും നമുക്ക് ആ കഥയൊക്കെ അറിയാം, വണ്ട് കുത്തുകയും ചോര വരികയും പരശുരാമൻ ശവിക്കുകയും ചെയ്തു. വേണ്ടപ്പം ഓർക്കാൻ പറ്റാതെ വരട്ടെ എന്നാണ്. അങ്ങനെ ഓർക്കാൻ പറ്റാത്ത വിദ്യ കൊണ്ട് വല്ല കാര്യമുണ്ടോ? വേണ്ടപ്പം ഓർക്കാൻ പറ്റാത്ത വിദ്യ കൊണ്ട് എന്തെങ്കിലും കാര്യം മനുഷ്യനുണ്ടോ? ഇന്നത്തെ പിള്ളേര് പരീക്ഷാ ഹാളിൽ പോയ കർണന്റെ അവസ്ഥയാണ്. പരീക്ഷാ ഹാളിൽ കയറുമ്പം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ എല്ലാം അറിയാം, പക്ഷെ ഒന്നും വരികയല്ല. പരീക്ഷ സമയം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ എല്ലാം മണി പോലെയാണ് വരിക. ഒരു പ്രയോജനവുമില്ല. മുഷ്ടി ചുരുട്ടി വായുവിനെ മർദ്ദിച്ച് നേടുന്ന വിദ്യ ശോഭിക്കില്ല. പഞ്ചപുച്ഛമടക്കി ഓച്ഛാനിച്ച് നിന്ന് ഗുരുവിന്റെ ഔദാര്യ പുരസരം കിട്ടുന്ന വിദ്യ മാത്രമേ ശോഭിക്കുകയുള്ളൂ. നചികേതസിന്റെ വിദ്യ. അച്ഛൻ ദാനവാനായിരുന്നു. ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ദാനം ചെയ്യുന്ന, അന്നും നമ്മളെപ്പോലൊക്കെ തന്നെയാണ് മനുഷ്യർ. നമ്മുടെ വിചാരം അന്ന് ഉണ്ടായിരുന്നവരൊക്കെ എന്തോ ബടാ ആത്മീകളാണെന്ന്. ഒന്നുമല്ല, എന്നെ നിങ്ങളുടെയൊക്കെ പോലെ തന്നെ സാധാ മനുഷ്യരാണ്. നമ്മൾ ഈ പലതും ചെയ്യുന്നത് എന്തിനാ? ഫോർ പീപ്പിളിനെ കാണിക്കാനാണ്. അന്ന് ഈ നചികേതസിന്റെ അച്ഛൻ അങ്ങനെയായിരുന്നു, വലിയ ഋഷീശ്വരനാണ്. അദ്ദേഹം ദാനഡംഭിയായിരുന്നു എന്നാണ്. ദാനം ചെയ്യുന്നത് ഒരു 4 പേർ അറിയാൻ വേണ്ടി ദാനം ചെയ്യുക. ഇത് ആദ്യം കണ്ടുപിടിക്കുക ആരാന്നറിയോ? ഹിപ്പോക്രസി. അച്ഛനമ്മമാരുടെ ഹിപ്പോക്രസി ആദ്യം കണ്ടുപിടിക്കുക ആരാന്നറിയോ? മക്കള്. അപ്പം മകൻ ചെന്ന് ചോദിച്ചു, എന്നെ ആർക്കാ ദാനം ചെയ്യുന്നതെന്ന്. അച്ഛനുണ്ടായിട്ടുള്ള ഒരു അഭിമാന ക്ഷത പോഴത്തെയല്ല ചെയ്തത്, എന്നെ ആർക്കാ ദാനം ചെയ്യാന്ന്. നിന്നെ ഞാൻ മരണത്തിന് യമധർമ്മരാജാവിന് ദാനം ചെയ്തിരിക്കുന്നു. സത്യം അത്. എല്ലാ അച്ഛനമ്മമാരും മക്കളെ ജനിപ്പിക്കുന്നത് യമധർമ്മരാജാവിന് ദാനം കൊടുക്കാൻ. എന്നെ നിങ്ങളെ അടക്കം. ചിരഞ്ജീവി ലിസ്റ്റിൽ നമ്മുടെ പേരൊന്നുമില്ല. അപ്പൊ ജനിപ്പിച്ച അന്ന് നമ്മളെ ദാനം കൊടുത്തതാ മരണത്തിന്. അതിനിടയ്ക്കുള്ള കുറച്ച് ദിവസം നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം. ആരെ പോലെ? ഈ നേർച്ചയ്ക്ക് വിധിക്കപ്പെട്ട ആടിനെ കണ്ടിട്ടില്ലേ? നേർച്ചയ്ക്ക് വിധിക്കപ്പെട്ട ആടിനെ കണ്ടിട്ടില്ലേ? അതെന്ത് രസമായിട്ടാ പുല്ല് തിന്നുന്നതും അടിപിടി കൂടുന്നതും ബഹളം ഉണ്ടാക്കുന്നതും ഒക്കെ. ഒരു ദിവസം തീരും, അത്രയേ ഉള്ളൂ. അപ്പം പക്ഷേ നമ്മളാരും ഇത് കേട്ടിട്ടൊന്നും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല ഇതുവരെ. നമ്മളിതിങ്ങനെ കേൾക്കും, ഒരു രസം. എന്തായാലും ഇന്ന് നമ്മൾ പോവുകയല്ലെന്നാണ് നമ്മുടെ വിചാരം. അതാണ് യക്ഷൻ ധർമ്മപുത്രരോട് ചോദിച്ച ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഏതാണെന്നാണ് ചോദിച്ചത്. 7 അത്ഭുതങ്ങൾ ഏതാണെന്നല്ല ചോദിച്ചത്, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഏതാണെന്നാണ് ചോദിച്ചത്. തൻ്റെ ചുറ്റുമുള്ളവരും മരിച്ചു വീഴുമ്പോഴും താൻ മാത്രം മരിക്കില്ല എന്ന് ധരിക്കുന്ന മനുഷ്യനാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. എത്ര ഗംഭീരങ്ങളായിട്ടുള്ള അറിവുകളുടെ ശേഖരമാണെന്ന് ആലോചിച്ചു. ഒക്കെ ഇപ്പൊ നമ്മുടെ പള്ളിക്കൂടത്തിൽ നിന്ന് പടിയിറക്കി. സെക്യുലർ അല്ലേ നമ്മൾ? ഇതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിള്ളേർ ഫെനറ്റിക്കായി പോയാലോ? അതുകൊണ്ട് ഇതൊന്നും പഠിപ്പിക്കില്ല. ഒന്നും പഠിപ്പിക്കില്ല. കടലമ്മ കരഞ്ഞല്ലേ പറ്റത്, അതൊക്കെയാണ്. പഠിച്ചിട്ട് ഒരു കാര്യവും ഇല്ലാത്തത്, പഠിച്ചത് കൊണ്ട് ഒരു സംസ്കാരവും കൂടുതൽ ഉണ്ടാകാത്തത്, ഇതൊക്കെയാണ് ഇപ്പൊ പഠിപ്പിക്കുന്നത്. പിന്നെ ഈ നാടെങ്ങനെ നന്നാവാനാ? അപ്പൊ അതുകൊട്ടെ, ഇതിനിടയ്ക്ക് എൻ്റെ ചില ധാർമ്മിക രോഷങ്ങൾ ഞാൻ കരുതി തീർക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നചികേതസിനെ യമധർമ്മരാജാവിന് ദാനം ചെയ്തു. നചികേതസ് അത് ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്തു? നമ്മളെയും യമധർമ്മരാജാവിന് ദാനം ചെയ്ത നമ്മളെന്താ ചെയ്യുന്നത്? യമധർമ്മരാജാവിൻ്റെ പിടിയിൽപ്പെടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. കൊറോണയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വാക്സിൻ കണ്ടുപിടിച്ചു. വാക്സിൻ കാരണം ഇപ്പോൾ ആൾക്കാർ വെച്ചുകൊണ്ടിരിക്കുക, കൊറോണ കാരണമല്ല. അതേപോലെ തന്നെ ആലോചിച്ച് നോക്കൂ, നമ്മൾ രക്ഷപ്പെടാനുള്ള എന്തൊക്കെ വഴികളാണ് തേടുന്നത്. വെന്റിലേറ്ററുകൾ കണ്ടുപിടിച്ചു. വെന്റിലേറ്ററുകളുടെ നല്ലോണം നാമമൊക്കെ ചൊല്ലി മരിക്കേണ്ടതിന് പകരം വായും തുറന്ന് അതിൽ കൂടെ വല്ല കാറ്റുമൊക്കെ അടിച്ച് സ്വന്തപ്പെട്ടവരെയും ബന്ധുക്കളെയും കാണാൻ പറ്റാതെ ഒറ്റയ്ക്ക്, ഇതിൽ പരം വലിയ ഒരു നരകയാതന മനുഷ്യർക്ക് സംഭാവന. ഇതിൻ്റെ പേര് കാരുണ്യം എന്നാണത്രേ.
ഇത് കമ്പാഷൻ ആണെന്നാണ് പറയുന്നത്. ഇതിലെന്ത് കമ്പാഷനാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ അങ്ങനെയാണെന്നാണ് പറയുന്നത്. നമ്മൾ അതിനെ എതിർത്താൽ നമ്മൾ എക്സെൻട്രിക് ആവും, നമ്മൾ ഡ്രോപ്പ് ഔട്ട്സ് ആവും. അതുകൊണ്ട് അധികം ഉറക്കം നമുക്ക് ഈ വേദികളിലൊക്കെ ഇത് പറയാൻ പറ്റുള്ളൂ, അല്ലാത്ത വേദികളിലൊക്കെ പറഞ്ഞാൽ വലിയ പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മരണത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വെന്റിലേറ്ററുകൾ മാത്രമല്ല കേട്ടോ നമ്മൾ കണ്ടുപിടിച്ചത്, മഹാമൃത്യുഞ്ജയ ഹോമത്തിന്റെ പുകച്ചുരുളുകളും നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ചതാണ്. ആ പുകച്ചുരുളുകളുടെ മറവിൽ യമധർമ്മരാജാവിൽ നിന്ന് രക്ഷപ്പെടാം. മാർക്കണ്ഡേയനെ ഭഗവാൻ രക്ഷിച്ചതുപോലെ നമ്മളെയും രക്ഷിക്കും. ഭഗവാൻ ഒരു അബദ്ധം പറ്റിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നീട് ഒരു മാർക്കണ്ഡേയനും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഒറ്റ മാർക്കണ്ഡേയനെ മൂപ്പര് രക്ഷിച്ചിട്ടുള്ളൂ. അപ്പം പുള്ളിക്ക് മനസ്സിലായി ഈ പരിപാടി അധികം ശരിയല്ല, അന്ന് നിർത്തിയ പരിപാടി. അതുകൊണ്ട് മൃത്യുഞ്ജയം ജപിച്ചതുകൊണ്ട് തട്ടിപ്പോവാതിരിക്കുന്നില്ല. അപ്പൊ മൃത്യുഞ്ജയത്തിന്റെ പുകച്ചുരുളുകളിൽ അഭയം പ്രാപിച്ചത് കൊണ്ടോ വെന്റിലേറ്ററുകളിൽ മലർന്നു കിടന്ന് വാതുറന്നിരുന്നത് കൊണ്ടോ മരിക്കാതിരിക്കുകയില്ല. നമ്മൾ മരണത്തിൽ നിന്ന് നിരന്തരം ഓടി ഒളിക്കുകയാണെങ്കിൽ നചികേതസ് എന്ന ബാലൻ മരണത്തിന്റെ മുഖത്തിലേക്ക് നേരെ എടുത്തു. അതാണ് വേണ്ടത്. നേരിട്ട് ചെന്നു. എന്നിട്ട് അപ്പൊ നേരിട്ട് ചെന്നപ്പം മരണം എന്ത് ചെയ്തു? മരണം കാണാൻ വിസമ്മതിച്ചു. നമ്മളെ തേടി ഓടി നടക്കുക യമധർമ്മൻ. യമധർമ്മനെ തേടി നചികേതസ് നിന്നപ്പം യമധർമ്മൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ, അവിടെ ഇല്ല. വെയിറ്റ് ചെയ്തു. 3 രാവും 3 പകലും വെയിറ്റ് ചെയ്തത്. ശ്രീ ശുഗമർമർച്ചി ജനക മഹാരാജാവിന്റെ കൊട്ടാരവാദിക്കലും 3 രാവും 3 പകലും വെയിറ്റ് ചെയ്തു. ആ ടൈം പീരീഡ് ഒരു ഡിഗ്രി ഒക്കെ എടുക്കാൻ ഒരു ടൈം പീരീഡ് അല്ലേ? 3 വർഷം, ഇപ്പൊ 4 വർഷമാക്കിയിട്ടുണ്ട്. 4 വർഷം എന്നൊക്കെ പറയുന്നത് ഒരു ടൈം പീരീഡ്. ആ ടൈം പീരീഡ് വെയിറ്റ് ചെയ്തു. ക്ഷമയോടെ വെയിറ്റ് ചെയ്തത്. മുട്ടി ചുരുട്ടി വായുവിനെ മർദ്ദിച്ച് വിദ്യാഭ്യാസമാകുന്ന അവകാശം ഞങ്ങൾക്ക് തരണമെന്നൊന്നും പറഞ്ഞില്ല. പഞ്ചപുച്ഛ മടക്കി നിൽക്കുകയാണ്. നചികേതസും യമധർമ്മരാജാവും തമ്മിൽ കണ്ടുമുട്ടി. 4ാമത്തെ ദിവസം അവർ തമ്മിലൊരു ഡയലോഗ് ഉണ്ടായി. അതുകൊണ്ട് നമുക്കിപ്പോൾ എത്ര ദിവസം പ്രഭാഷണം ചെയ്യാനുള്ള ഒരു ഉപനിഷത്ത് കിട്ടി, കഠോപനിഷത്ത്. അതില്ലായിരുന്നെങ്കിൽ നമ്മൾ ചുറ്റിപ്പോയാണ്. അപ്പോൾ ഇത്രയും വലിയ അമൂല്യമായിട്ടുള്ള അറിവുകൾ കിട്ടിയത് ഈ ഡയറക്റ്റ് കോൺഫ്രണ്ടേഷനിലാണ്. അപ്പോൾ ഈ ഡയറക്റ്റ് കോൺഫ്രണ്ടേഷൻ വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഈ ഇതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടാൻ നോക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ബോധ മനസ്സിൻ്റെയും ഉപബോധ മനസ്സിൻ്റെയും കിമ അകുർവത എന്നുള്ളതിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ടൊക്കെ പോയത്. അപ്പം കിമ അകുർവത എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞു പോയ കുറച്ച് കാലങ്ങളുടെ നീക്കിയിരിപ്പുകളാണ്. അപ്പം ആദ്യത്തെ ദിവസം മുതൽ തന്നെ വേണമെങ്കിൽ സഞ്ജയന് ഇത് റിലേ ചെയ്യാമായിരുന്നു. പക്ഷെ ചോദിച്ചാൽ മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ, അല്ലാണ്ട് വെറുതെ കൊടുക്കാൻ പാടില്ല. അപ്പം സഞ്ജയൻ എന്ത് ചെയ്തു? വെയിറ്റ് ചെയ്തു. 9 ദിവസമായിട്ടും ഇദ്ദേഹം കമാന്നൊരക്ഷരം ചോദിക്കുന്നില്ല. അങ്ങനെയാണ് നമ്മളും അങ്ങനെ തന്നെയാണ്. ഈ പോസ്റ്റ്പോൺ ചെയ്യും നമ്മളെല്ലാം. കേൾക്കാൻ ദുഃഖകരമായിരിക്കും, വിഷമകരമായിരിക്കും എന്ന് തോന്നുന്ന വാർത്തകൾ കേൾക്കാതിരിക്കാൻ നമ്മളെപ്പോഴും ശ്രമിക്കും. പോസ്റ്റ്പോൺ ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ ധൃതരാഷ്ട്രരും പോസ്റ്റ്പോൺമെൻറ്റിൻ്റെ ആളാണ്. അങ്ങനെ 9 ദിവസം പോസ്റ്റ്പോൺ ചെയ്തപ്പം സഞ്ജയൻ പറഞ്ഞു, ഞാൻ ഒരു ഡ്യൂട്ടിയും ഇല്ലാതെ ഒരു റിലേ ചെയ്യാനും പറ്റുന്നില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുക, ഞാൻ ആ യുദ്ധക്കളൊക്കെ ഒന്ന് പോയി കണ്ടു പറഞ്ഞു. പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ 10ാമത്തെ ദിവസം അദ്ദേഹം പോയപ്പോഴാണ് ഭീഷ്മ പിതാമഹർ നിരന്തരിക്കുന്നത്. അപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റിൽ തിരിച്ചു വന്ന് കണ്ട കാഴ്ചകൾ പറഞ്ഞപ്പം അറിയാതെ ധൃതരാഷ്ട്രര് ക്യൂരിയസ് ആയി. കാരണം നമ്മളും അങ്ങനെയാണല്ലോ, ആരെങ്കിലും എവിടെയെങ്കിലും പോയി എന്തെങ്കിലും സംഭവം കണ്ടിട്ട് വന്നാൽ നമ്മൾ എന്തിനേയും ജിജ്ഞാസ എന്താ ഉണ്ടായതെന്ന് നമ്മൾ ചോദിക്കില്ലേ? അതുപോലെ ധൃതരാഷ്ട്രർ ചോദിച്ചു. ഈ ഒരൊറ്റ ശ്ലോകത്തിൽ മാത്രമേ ധൃതരാഷ്ട്രയെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഭഗവത്ഗീതയിലുടനീളം ആ സാന്നിധ്യമാണ്. ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്കറിയാൻ പറ്റില്ല. ഇദ്ദേഹം പിന്നെ ഗീതയിൽ വരുന്നില്ല. ഈ ഒരൊറ്റ ശ്ലോകം മാത്രമേ ധൃതരാഷ്ട്രക്കുള്ളൂ. വ്യാസൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എഡിറ്ററിനാണ്. അപ്പം ഈ എഡിറ്ററായിട്ടുള്ള വ്യാസഭഗവാന് ഈ ഒരു ശ്ലോകം എഡിറ്റ് ചെയ്ത് കളയാമായിരുന്നില്ലേ? എന്താ ഇപ്പം ആ ശ്ലോകം വെക്കേണ്ട ആവശ്യം എന്താ? ആ ശ്ലോകം ഉണ്ടായിരുന്നില്ലെങ്കിലും ഗീതയ്ക്കുള്ള മഹത്വം ഇല്ലാണ്ടാവില്ല. കാരണം പല വ്യാഖ്യാതാക്കന്മാരും ഗീത വ്യാഖ്യാനിച്ച് തുടങ്ങുന്നത് തന്നെ 2ാമത്തെ അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകം പോലെ. അതുവരെയുള്ള ഗീതയ്ക്ക് സംക്ഷിപ്തമായിട്ടൊരു അർത്ഥം ഒഴുക്കം മട്ടി പറയും എന്നുള്ളതല്ലാണ്ട് ആരും ഗീതയെ വ്യാഖ്യാനിക്കാറില്ല. അങ്ങനെ 2ാമത്തെ അധ്യായത്തിലെ അശോചാനന്വശോചസ്ത്വം എന്നുള്ള ശ്ലോകം മുതലാണ് തുടങ്ങുക. എല്ലാ ഗീത ശങ്കര ഭഗവത്പാദരുടെ വ്യാഖ്യാനം, എല്ലാ വ്യാഖ്യാനങ്ങളും അങ്ങനെയാണെങ്കിൽ മഹാനായ എഡിറ്ററായിട്ടുള്ള വ്യാസഭഗവാൻ ഈ ആദ്യത്തെ ശ്ലോകം എഡിറ്റ് ചെയ്ത് കളയാമായിരുന്നില്ലേ? എന്തിനാണ് ഗീതാ ടെക്സ്റ്റിൽ ആ ഒരു ശ്ലോകത്തെ ഉൾക്കൊള്ളിച്ചത്? അപ്പൊ ആ ശ്ലോകത്തിന് എന്തോ ഒരു പ്രാധാന്യം ഉണ്ട്.
എന്തോ ഒരു പ്രാധാന്യമുണ്ട്. അതെന്താണെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിലാണ് ഒരു ടെക്സ്റ്റിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിൽ ആ ടെക്സ്റ്റിൻ്റെ ഒരു ജിസ്റ്റ് പറയും, എസെൻസ് പറയും, സാരം പറയും. അപ്പോൾ ആ ശ്ലോകത്തെ വേണ്ടതുപോലെ നമ്മൾ മനസ്സിലാക്കിയാൽ ഗീതയിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ശ്ലോകം കൊണ്ട് വ്യാസഭഗവാൻ അതാണ് നിർവഹിച്ചിരിക്കുന്നത്. ധൃതരാഷ്ട്രർ എന്ന വാക്കിന് തന്നെ വലിയ അർത്ഥമുണ്ട്. പുരാണ ഇതിഹാസങ്ങളിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് എങ്ങാണ്ടോ ഒരിടത്ത് ജീവിച്ചിരുന്ന ആൾക്കാരല്ല. അവരിപ്പോഴും നമ്മളിലൂടെ നിരന്തരം ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഇപ്പോഴും ഈ പുരാണ ഇതിഹാസങ്ങളിലെ കഥാപാത്രങ്ങളെല്ലാം നമ്മളിൽ ഓരോരുത്തരായി വേഷം പകർന്നാടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ പുരാണ ഇതിഹാസങ്ങളെ ശ്രദ്ധാപുരസരം കേട്ടാൽ നമ്മുടെ ഉപബോധ മനസ്സിന്റെ ഉള്ളടക്കത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയും ആ തിരിച്ചറിവിൽ അറിയുന്ന മാത്രയിൽ പാമ്പല്ല കയറാണ് എന്ന് തിരിച്ചറിയുന്ന മാത്രയിൽ പിന്നെയല്ല ഭയമില്ലാണ്ടാവും, പിന്നീടല്ല അപ്പം ഭയമില്ലാണ്ടാവും. അപ്പൊ ആ തിരിച്ചറിയുന്ന മാത്രയിൽ നമ്മൾ മാറ്റങ്ങളുണ്ടാവും. ഒറ്റ പ്രാവശ്യമേ കേൾക്കുന്നു. പുരാണ ഇതിഹാസങ്ങൾ ഒറ്റ പ്രാവശ്യമേ കേൾക്കണ്ടു, മാറ്റമുണ്ടാവും. നമ്മൾ പലവട്ടം കേട്ടിട്ടും ഒരു മാറ്റം ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള വേദികളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പം നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും നമ്മളോട് ചോദിക്കുന്നത്, നീയൊക്കെ ഇതൊക്കെ കേൾക്കാൻ പോയിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല, പഴയ പോലെ തന്നെയോ. മറ്റേത് ഒറ്റ പ്രാവശ്യമേ കേൾക്കുള്ളൂ. ഒറ്റ പ്രാവശ്യമേ പരീക്ഷിത്ത് മഹാരാജാവ് കേട്ടിട്ടുള്ളൂ, പല പ്രാവശ്യം കേട്ടിട്ടില്ല. ഒറ്റ പ്രാവശ്യം കേട്ടപ്പോൾ അദ്ദേഹം ശരിക്കും തക്ഷകന്റെ ദംശനമേറ്റല്ല മരിക്കുന്നത്. അദ്ദേഹം ശ്രീശുക ബ്രഹ്മർഷിയുടെ വാക്കുകളാകുന്ന അമൃതം ഭക്ഷിച്ച് ലഭിച്ച ആനന്ദസാഗരത്തിൽ ആറാടി നിന്നപ്പോഴാണ് തക്ഷകൻ വന്ന് ദംശിക്കുന്നത്. അത് സാധാരണ മരണമല്ല. അപ്പൊ ശരിക്കും ശാപം ഫലിച്ചില്ല. തക്ഷകൻ എന്നായാലും മരിക്കും. തക്ഷകൻ കൊത്തുന്നതിന് മുമ്പേ അദ്ദേഹം പരമമായ പദം പ്രാപിച്ചു കഴിഞ്ഞിരുന്നു. ഒറ്റ പ്രാവശ്യം കേൾക്കണം. പുരാണ ഇതിഹാസങ്ങളിലെ കഥകൾ ഒറ്റ പ്രാവശ്യം കേൾക്കണം. ശ്രദ്ധാപുരസരം കേൾക്കണം. എങ്ങനെ കേൾക്കണം? ഒരു നാടകം കാണുന്നത് പോലെ കേൾക്കണം. നാടകം കാണുമ്പോൾ അതിലെ രസം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് താദാത്മ്യം പ്രാപിച്ച് കേൾക്കണം. തന്മയീഭാവം എന്നാണ് നാട്യശാസ്ത്രത്തിൽ തന്നെ വിളിക്കുക. തന്മയീഭാവത്തോടു കൂടി കേൾക്കണം. ഒറ്റ പ്രാവശ്യം കേൾക്കണം. അപ്പോൾ ഒരു പ്രാവശ്യം കൊണ്ട് കേട്ടാൽ ചിലപ്പോൾ സാധിച്ചില്ല, 3-4 പ്രാവശ്യം കേൾക്കാം. ഈ ഒരുപാട് പ്രാവശ്യം ഇത് കേട്ട് കഴിഞ്ഞിട്ട് എന്താ ഇപ്പം ഇത്ര വലിയ കാര്യം? പുണ്യം കിട്ടുമെന്നാണ് പറയണത്. എന്തോ ഒരു പുണ്യാന്നല്ലോ നമ്മുടെ ജീവിതത്തിൽ. ഈ റോഡിലേക്കൊന്ന് ഇറങ്ങിയാൽ തീരുന്ന പുണ്യമേ ഉള്ളൂ. ഇത്രയും കാലം ഭാഗവതാദികൾ കേട്ടിട്ട്, ഭാരതാദികൾ കേട്ടിട്ട്, ദേവീ മഹാത്മ്യാദികൾ വായിച്ചിട്ട് കിട്ടിയ പുണ്യം കൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? അടുത്ത ജന്മത്തിൽ ഗുണമുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാ പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചെറിയ ചില ചോദ്യങ്ങളുണ്ട്. ഭാരതത്തിൽ ഒരു പുൽക്കൊടിയായിട്ടെങ്കിലും വന്ന് ജനിക്കണമെന്നുണ്ടെങ്കിൽ അസുലഭങ്ങളായിട്ടുള്ള പുണ്യങ്ങൾ ചെയ്തിട്ടുള്ളവരായിരിക്കണം. ആരാ പറഞ്ഞത്? ജ്ഞാനപ്പാനയിൽ പൂന്താനം. ഒരു പുൽക്കൊടിയായിട്ടെങ്കിലും ഇവിടെ വന്ന് ജനിക്കാൻ എനിക്ക് സാധിക്കണം. എന്താ കാര്യം? ഇവിടെ ജനിച്ചാൽ പരമപദപ്രാപ്തരായിട്ടുള്ള മഹർഷീശ്വരന്മാരുടെയും ഈശ്വരാവതാരങ്ങളുടെയും പാദപാംസുക്കൾ കൊണ്ട് മുക്തരായിത്തീരും. ഭാരതഭൂമിയിൽ മാത്രമുള്ളൊരു പ്രത്യേകതയാണ് ഇവിടെ പരമസാക്ഷാത്കാരം കിട്ടിയ. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇപ്പം എല്ലാവരും അവർക്ക് സാക്ഷാത്കാരം കിട്ടിയെന്ന് അവരവർ തന്നെയാണ് പറയണത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റയൊക്കെ തുറന്നു നോക്കിയാൽ നമുക്ക് സ്വന്തം കാഹളം ഊതുന്നവരുടെ കാര്യങ്ങൾ വായിക്കാൻ പറ്റും. അവർ റിയലൈസ്ഡ് ആയി അവർ തന്നെയാണ് പറയുന്നത്. കുറേ കാലം അവർ വെയിറ്റ് ചെയ്ത് നോക്കി, നാട്ടുകാരും റിയലൈസ്ഡ് ആണെന്ന് പറയുന്നില്ല. എന്നാ പിന്നെ അവരവർ തന്നെ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞിട്ട് അവരവർ തന്നെ പറയാം. പറഞ്ഞിട്ടേല് വരുന്നില്ല എന്ന് കണ്ട ആത്മകഥകൾ എഴുതുകയാണ്. റിയലൈസ്ഡ് ആയി. ഇതിലേതെങ്കിലും ഒരു മഹർഷി ഇന്ന് വരെ അങ്ങനെ ഉച്ചൈസ്തരം ഘോഷിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇല്ല. നമുക്ക് നമ്മുടെ മഹർഷിമാരങ്ങനെ ചില സമയത്ത് അവരവരുടെ ആത്മാനുഭൂതിയുടെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ടാകാം, പക്ഷെ പരസ്യത്തിന്റെ ഭാഗമായിട്ട് അവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പം ഇവിടെ പരമപദപ്രാപ്തരായിട്ടുള്ള മഹർഷീശ്വരന്മാരുടെ പാദധൂളികൾ കൊണ്ട്
പൂജനീയരായി തീരും. ഈ പുല്ലുകളൊക്കെ എന്ന് പറഞ്ഞാൽ അതിശ്രേഷ്ഠമാണ്. അത് വസിഷ്ഠന്റെയും അത്രിയുടെയും അഗസ്ത്യരുടെയും ഒക്കെ ചവിട്ടിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഒരു കല്ലിനെ ചവിട്ടി സ്ത്രീയാക്കാൻ വേണ്ടിയിട്ട് അനാമികനും അരൂപനുമായിട്ടുള്ള ഭഗവാന് നാമരൂപങ്ങൾ ധരിക്കേണ്ടി വന്നു. രാവണൻ ഉണ്ടാകുന്നതിന് മുമ്പാണ് അഹല്യയ്ക്ക് ശാപം കിട്ടുന്നത്. അഹല്യയ്ക്ക് ശാപമോചനം കിട്ടിയത് ഭഗവാൻ ശ്രീരാമനായിട്ട് വന്ന് രക്ഷിക്കുന്നതാണ്. എൻ്റെ അഭിപ്രായത്തിൽ രാവണ നിഗ്രഹത്തിന് വേണ്ടിയിട്ടല്ല ശ്രീരാമാവതാരം ഉണ്ടായത്, അഹല്യാമോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. വാൽമീകി രാമായണത്തിൽ ഈ കഥയില്ല, ആധ്യാത്മിക രാമായണത്തിലെ ഈ കഥയുള്ളൂ. ഈ കാലിനെ സ്ത്രീയാക്കി മാറ്റുന്ന കഥ വാൽമീകി രാമായണത്തിലില്ല, അത് ആധ്യാത്മിക രാമായണത്തിൽ. ഈ രണ്ട് രാമായണങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് കല്ലിനെ സ്ത്രീയാക്കി മാറ്റുവാൻ ഈശ്വരാവതാരങ്ങൾ എടുക്കുന്ന നാടാണത്. ഇവിടെ ഒരു പുൽക്കൊടിയായിട്ട് ഒരു കല്ലായിട്ട് വന്ന് ജനിക്കാൻ സാധിച്ചാൽ അതീവ പുണ്യമാണെന്നാണ് പറയണത്. അപ്പൊ ഈ നാട്ടില് മനുഷ്യരായിട്ട് ജനിക്കാൻ സാധിക്കുകയാണെങ്കിലോ അതിലും പുണ്യം കിട്ടണ്ടേ? നമുക്കൊക്കെ കിട്ടിയ പുണ്യം ഒന്ന് ആലോചിച്ച് നോക്കും. വല്ല കാര്യമുണ്ട്? ഒരു സ്വസ്ഥതയുമില്ല, ഒരു സമാധാനവും ഇല്ല, ഒരു സന്തോഷവും ഇല്ല. അപ്പൊ ഇതാണ് പുണ്യത്തിന്റെ ഊക്കെങ്കിൽ ഇതിനു വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. ഞാൻ ഏതായാലും ആ കൂട്ടത്തിൽ പെടാനില്ല. അതുകൊണ്ട് അടുത്ത ജന്മത്തിലെ ഗുണത്തിനായിട്ടാണ് ഇതൊക്കെ കേൾക്കുന്നത് എന്ന ധാരണ എനിക്കില്ല. ഇത് കേൾക്കുന്നത് മാറ്റം ഉണ്ടാകാനാണ്. അങ്ങനെ മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ 1, 2, 3 കേൾവിയിൽ മാറ്റം ഉണ്ടാകണം. അങ്ങനെ മാറ്റം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ തന്മയീഭാവത്തോടു കൂടി കേൾക്കണം. തന്മയീഭാവത്തോടു കൂടി എങ്ങനെയാ കേൾക്കുക? ശ്രീ രാധാകൃഷ്ണന്മാരായിട്ട് വേദിയിൽ വരികയാണ്. എൻ്റെ അമ്മയാണ് രാധയായിട്ട് വേഷം ഇട്ടിരിക്കുന്നത്. അമ്മാവനാണ് ശ്രീകൃഷ്ണനായിട്ട്, ആങ്ങളെയാണ്, അമ്മയുടെ ആങ്ങള അമ്മാവനാണ് ശ്രീകൃഷ്ണ പരമാത്മാവായിട്ട് വേഷം കെട്ടുന്നത്. എന്നിട്ട് അവർ ഗീതഗോവിന്ദത്തിലെ പ്രിയേ ചാരുശീലേ എന്നുള്ള വിഖ്യാതമായിട്ടുള്ള പദം ആടുന്നത്. അത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പദമാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അത് പാടിയാൽ പാടുന്നവരെ രക്ഷിക്കുന്നതാണ്. അത് സാക്ഷാൽ ഭഗവാന്റെ കയ്യൊപ്പോട് കൂടിയിട്ടുള്ള പദമാണ്. ഇതിലെ ഒരു വരി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീകൃഷ്ണ ഭഗവാൻ രാധാദേവിയോട് പറയുകയാണ്, നിന്റെ കോപം ശമിപ്പിക്കാനല്ലയോ ദേവി എൻ്റെ തലയിൽ ഒന്ന് ചവിട്ടിക്കോളൂ എന്ന്. ഇത് എഴുതി കഴിഞ്ഞപ്പം ജയദേവ മഹാകവിക്ക് ഒരു സംശയം, ഭഗവാന്റെ തലയിൽ രാധാദേവിയെ കൊണ്ട് ചവിട്ടിപ്പിക്കുന്നത് അത്ര ശരിയാണോ? അപ്പം അങ്ങനെ ആണെങ്കിൽ ഒന്ന് കുളിച്ചിട്ട് വരാം, ബാക്കി പിന്നെ ആലോചിക്കാമെന്ന് പറഞ്ഞ് പേന അവിടെ വെച്ചിട്ട് ജയദേവ കഴുകി ഈ ഗാനങ്ങൾ മുഴുവൻ എഴുതിയത് തൻ്റെ നർത്തകിയായ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്, പത്മാവതിക്ക് വേണ്ടിയിട്ടാണ്. പത്മാവതിക്ക് ആടാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണലീലകൾ ജയദേവ മഹാകവി എഴുതുന്നത്. അപ്പം പത്മാവതിയെ വിളിച്ച് പറഞ്ഞു, പത്മാവതി ഞാനൊന്ന് കുളിക്കാൻ പോയിട്ട് വരാം. ആ ശരി കേട്ടു, കുളിക്കാൻ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു വരുന്നു. പത്മാവതി എണ്ണ എടുക്കാൻ മറന്നുപോയി. നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ്. ഭാര്യയ്ക്ക് തരം കിട്ടിയ ഭർത്താവിനെയും ഭർത്താവിന് തരം കിട്ടിയ ഭാര്യയെയും ചീത്ത വിളിക്കുക എന്നുള്ളത് ഭാരതീയ സംസ്കൃതിയിലെ ഒരു അലംഘ്യ നിയമം. അപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ്, കുളിക്കാൻ പോകുമ്പോൾ ഒരു സംഗതി എടുത്തോണ്ട് പോകില്ല, തോർത്തെടുത്തിട്ടുണ്ടോ, സോപ്പെടുത്തിട്ടുണ്ടോ, എല്ലാം എടുത്തിട്ടുണ്ട്, എണ്ണ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ എണ്ണ എടുക്കാൻ പത്മാവതി അകത്തേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കണ്ടത് ജയദേവൻ എന്തോ ഒന്ന് അവിടെ കുറിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ജയദേവൻ കുളിക്കാൻ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ കുളി കഴിഞ്ഞ് വന്നപ്പോൾ പത്മാവതി പറഞ്ഞു, നാളെ മുതലെങ്കിലും മനുഷ്യ നിങ്ങൾ കുളിക്കാൻ പോകുമ്പോൾ എണ്ണയും സോപ്പും തോർത്തും എടുത്തോണ്ട് പോകണം. ഞാൻ എപ്പോഴും വീട്ടിലുണ്ടായിക്കൊള്ളണം എന്നില്ല. വല്ല പണിക്കും പുറത്ത് പോയാൽ നിങ്ങൾക്ക് എണ്ണയും സോപ്പും തോർത്തും ഒന്നും കിട്ടുകയില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇതിനെന്താ ചെയ്തത് പത്മാവതി? നിങ്ങളല്ലേ കുറച്ച് നേരത്തെ വന്നേ? ഞാൻ വന്നിട്ടില്ല, നിങ്ങൾ വന്നേ. അപ്പം ജയദേവ മഹാകവിക്ക് ജിജ്ഞാസ ഉണ്ടോ, എന്താ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? വന്നിട്ട് അവിടെ എന്തോ കുറിച്ച് വെച്ചു എന്നാണ് പറഞ്ഞത്. ഇദ്ദേഹം ഓടിപ്പോയി നോക്കിയപ്പം ഭഗവാന്റെ ശിരസിൽ രാധാദേവിയെ കൊണ്ട് ചവിട്ടിപ്പിച്ചതിന് സമ്മതം കൊടുത്തിരിക്കുകയാണ്. അതാണ് ഈ പ്രിയേ ചാരുശീലേ എന്നുള്ള പദത്തിൻ്റെ പ്രാധാന്യം. അത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പദമാണ്. അപ്പം ഈ പ്രിയേ ചാരുശീലയെ ആടുന്നത് അല്ലെ രാധ എൻ്റെ അമ്മ, ശ്രീകൃഷ്ണ ഭഗവാൻ എൻ്റെ അമ്മാവൻ. ഞാൻ വേദിയിലിരുന്ന് കാണുക. അപ്പം ഞാൻ അവരെ ആരായിട്ടാണ് കാണുന്നത്? എൻ്റെ അമ്മയും എൻ്റെ അമ്മാവനും കൂടി പ്രണയലീലയാടുക വയസ്സുകാലത്ത്. ആസ്വദിക്കാൻ പറ്റുമോ? പറ്റുക. ഇനി രാധാദേവി പരാശക്തിയുടെ അവതാരം, പരമാത്മാവിൻ്റെ അവതാരം, പരമാത്മാവിൻ്റെ അവതാരവും പരാശക്തിയുടെ അവതാരവും തമ്മിൽ ഇങ്ങനെ മനുഷ്യരെ പോലെ പ്രണയലീലകൾ ആടുവോ? അപ്പോഴും ആസ്വദിക്കാൻ പറ്റില്ല. അപ്പൊ ആസ്വദിക്കണമെങ്കിൽ എന്ത് വേണം? അവരിലെ അസാധാരണത്വത്തെ മാറ്റിവെച്ച് സാധാരണവത്കരിക്കണം.
വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്. സാധാരണീകരണം എന്നാണ് അതിന് നാട്യശാസ്ത്രത്തിൽ പറയുക. ഭട്ടനായകനാണ് അത് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് നാട്യശാസ്ത്രത്തിലേക്ക്, രസ സിദ്ധാന്തത്തിലേക്ക് ആദ്യം കൊണ്ടുവരുന്നത് ഭട്ടനായകനാണ്. സാധാരണീകരണം, അസാധാരണമായതിനെ സാധാരണമാക്കിയാലേ തന്മയീഭാവം ഉണ്ടാവുകയുള്ളൂ. അത് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് എടുത്താൽ അസാധാരണമായ ജീവിതാനുഭവങ്ങളെ സാധാരണമായിട്ട് അനുഭവിക്കാൻ സാധിച്ചാൽ ആ അനുഭവം നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ മെഡിറ്റേഷൻ അസാധാരണമായതിനെ സാധാരണമാക്കാൻ സഹായിക്കുന്നതും കൂടി ആണ്. അപ്പം തന്മയീഭാവത്തോടുകൂടി സാധാരണീകരണം നടക്കുമ്പോൾ തന്മയീഭാവം ഉണ്ടാകും. തന്മയീഭാവത്തോടുകൂടി ശുദ്ധീകരണം, വിമലീകരണം നടക്കും. ഇതാദ്യമായിട്ട് പറഞ്ഞത് നമ്മുടെ മഹർഷീശ്വരന്മാർ മാത്രമല്ല, അരിസ്റ്റോട്ടൽ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള പോയറ്റിക്സിൽ കത്താരസിസ് എന്നാണ് ഇതിനെ വിളിക്കുക. കത്താരസിസ് എന്നുള്ള വാക്ക് മെഡിക്കൽ വാക്കാണ്. ആ വാക്ക് ആദ്യമായിട്ട് ലിറ്ററേച്ചറിലേക്ക് എടുക്കുന്നത് അരിസ്റ്റോട്ടലാണ്. കത്താരസിസ് എന്ന് പറഞ്ഞാൽ വിമലീകരണം, വിശുദ്ധീകരണം, നമ്മളിൽ ഒരു പ്യൂരിഫിക്കേഷൻ. അപ്പം ആ പ്യൂരിഫിക്കേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ തന്മയീഭാവത്തോടു കൂടി കേൾക്കണം. അപ്പൊ ഈ പുരാണ ഇതിഹാസങ്ങൾ തന്മയീഭാവത്തോടു കൂടി കേൾക്കണമെങ്കിൽ ഇതിലെ കഥാപാത്രങ്ങൾ ഓരോരുത്തരും നമ്മളുടെ ഓരോരുത്തരുടെയും ഉപബോധ മനസ്സിന്റെ ഉള്ളടക്കങ്ങളാണ് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി കേൾക്കണം. എങ്കിലേ നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ധൃതരാഷ്ട്രനും ഞാനും തമ്മിൽ, ഞാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ഞാനും തമ്മിൽ എന്താ ബന്ധം? വല്ല ബന്ധം ഉണ്ടാവണ്ടേ? അങ്ങനത്തെ എന്തെങ്കിലും ബന്ധം നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ധൃതരാഷ്ട്രർ പറഞ്ഞു എന്ന് പറയുന്നത് ഞാനും നിങ്ങളും പറയുന്നതായിരിക്കും. അപ്പൊ നമ്മളുമായിട്ട് അതിന് ബന്ധം വന്നു. അപ്പൊ ഗീതയിലെ കൃഷ്ണൻ ഇനി അർജുനനോട് പറയാൻ പോകുന്നത് മുഴുവൻ എനിക്ക് നിങ്ങൾക്കും വേണ്ടിയായിരിക്കും. അപ്പൊ ധൃതരാഷ്ട്രർ എന്നുള്ള വാക്ക് നമുക്കൊന്ന് എടുത്ത് വിശകലനം ചെയ്യാം. പണ്ട് വാക്കുകളെ അന്വർത്ഥമാക്കത്തക്ക വിധത്തിൽ ജീവിതമുണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ച് മക്കൾക്ക് അർത്ഥപൂർണമായ വാക്കുകളായിട്ടിരുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും പലരുടെയും പേരുകള് അർത്ഥപൂർണമാണ്. അതിനൊരു അർത്ഥം ഉണ്ടാവും. ഗൗതമ മഹർഷിയുടെ താടി പിടിച്ച് വലിച്ച് ആകർഷിച്ചത് കൊണ്ടാണ് ഭഗവാന് കൃഷ്ണൻ, കർഷയത്തേ ഇതി കൃഷ്ണ, ആകർഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് കൃഷ്ണൻ. അപ്പൊ പ്രവർത്തികളിലൂടെ പേരുണ്ടാക്കും, പേരിലൂടെ അന്വർത്ഥമായ പ്രവർത്തികൾ ചെയ്യും. അപ്പം ജീവിതവും പേരും തമ്മിൽ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഈശ്വരന്റെ പേരുകൾ ഇട്ടത്. അതുപോലെ ആയിത്തീരട്ടെ എന്നുള്ള പൂർവികരുടെ ഒരു ആഗ്രഹത്തിന്റെ പ്രതിഫലനമാണ് ഈശ്വരനാമങ്ങൾ നമുക്കിടുന്നത്. ഇപ്പോഴത്തെ അച്ഛനമ്മമാരും മക്കൾ ഒരു വിധത്തിലും രക്ഷപ്പെടരുതെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല, ഒരു അർത്ഥവും ഇല്ലാത്ത പേരുകളല്ല. ടിട്ടു, റിങ്കു, ടുട്ടു, എന്താ അർത്ഥം? അവരുടെ ജീവിതം പോലെ തന്നെ, ഒരർത്ഥവും ഇല്ല. അപ്പൊ പേര് വളരെ പ്രധാനപ്പെട്ടതാണ്. ഷേക്സ്പിയർ പറഞ്ഞതുപോലെ വാട്ട് ഈസ് ദെയർ ഇൻ എ നെയിം എന്നുള്ളത് ഇന്ത്യയിൽ പ്രസക്തമല്ല. ഒരു റോസാപ്പൂവിനെ വേറെ എന്ത് പേര് കൊടുത്ത് വിളിച്ചാലും അത് റോസാപ്പൂവല്ലേ എന്നുള്ളത് ഇവിടെ പ്രസക്തമല്ല. ഇവിടെ പേരിൽ കാര്യമുണ്ട്. ഇത് പേരിടുമ്പോൾ ഒക്കെ സൂക്ഷിച്ചിടണം. പേരിടുന്നത് അന്വർത്ഥമായ പേരുകളായിരിക്കും. ഇപ്പോഴത്തെ ജനറേഷൻ മാറി തുടങ്ങി എന്നാണ് കേൾക്കുന്നത്. ഇപ്പം പഴയ പേരുകളൊക്കെ പതുക്കെ വന്നു കഴിഞ്ഞു. ഇപ്പൊ ടിട്ടുവും ടുട്ടും ഒക്കെ ഔട്ട് ഓഫ് ഫാഷനായി. ഇപ്പൊ പാർവതിയും അമ്മണിയും ഗോവിന്ദനും ഗോപാലനും ഒക്കെ ഫാഷനായി തുടങ്ങിയിരിക്കുന്നു. നല്ലൊരു ലക്ഷണമാണ്. അപ്പൊ അതുകൊണ്ട് പേര് വളരെ പ്രധാനപ്പെട്ടത്. അപ്പൊ പേരിനെ നമുക്കൊന്ന് അനലൈസ് ചെയ്യണം. ധൃതരാഷ്ട്രർ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? രാഷ്ട്രം എന്ന് പറയുന്നത് സ്പേസ്, അതിനെ ധരിച്ചിരിക്കുന്നയാൾ. ധരിക്കുക എന്നുള്ളത് രണ്ട് തരത്തിൽ ധരിക്കാം. ഒന്ന് കൈകൊണ്ട് ധരിക്കാം, ഉദ്ധരിക്കുക, കയ്യിലെടുക്കുന്നതും ധരിക്കുകയാണ്. മറ്റൊന്ന് ബുദ്ധി കൊണ്ട് ധരിക്കുക, ധാരണയും ധരിക്കുകയാണ്. അപ്പം ബുദ്ധി കൊണ്ട് ധരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെയാണോ നമ്മൾ ധരിക്കുന്നത് അതിനേക്കാൾ കുറച്ചും കൂടി വികസിതമായാലേ നമുക്ക് ധരിക്കാൻ പറ്റുള്ളൂ, അല്ലെ ബലമുള്ളതായാലേ നമുക്ക് ധരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ രാഷ്ട്രത്തെ ധരിക്കണമെന്നുണ്ടെങ്കിൽ ബുദ്ധി വികസിതമായതായിരിക്കണം. വികസിച്ച ബോധത്തോടു കൂടിയ ആളാണ് ധൃതരാഷ്ട്രൻ. വികസിത ബോധസ്വരൂപനാണ് ധൃതരാഷ്ട്രൻ. പക്ഷെ ഈ ധൃതരാഷ്ട്രർക്ക് ഒരു പ്രശ്നമുണ്ട്. ജന്മനാ അന്ധനാണ്. അപ്പൊ ഇദ്ദേഹത്തിന് എന്താണ് കാണാൻ പറ്റാത്തത്? തൻ്റെ വികസിത സ്വരൂപത്തെ കാണാൻ പറ്റുന്നില്ല. എന്നിട്ട് ഇദ്ദേഹം എന്താ ധരിക്കുന്നത്? താനൊരു സങ്കുചിത പേഴ്സണാലിറ്റിയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ധാരണ. വികസിത സ്വരൂപനായിട്ടുള്ള ആൾക്ക്, അദ്ദേഹമാണ് ധൃതരാഷ്ട്രർ. ജന്മനാ അന്ധനാ അദ്ദേഹത്തിന് തൻ്റെ വികസിത സ്വരൂപത്തെ കാണാൻ സാധിക്കുന്നില്ല. അതാണ് അദ്ദേഹത്തിന്റെ അന്ധത്വം. ആരെ പോലെയാ? നമ്മൾ ഓരോരുത്തരെയും പോലെ.
നമ്മൾ ഓരോരുത്തരും വാസ്തവത്തിൽ ആരാ? വികസിത സ്വരൂപങ്ങളാണ്. പക്ഷെ നമുക്ക് ആരാണെന്നാ തോന്നുന്നത്? ഗിരീഷ് കുമാറാണെന്നും രമേഷ് കുമാറാണെന്നും ഒക്കെയാ തോന്നുന്നത്. നമുക്ക് നമ്മുടെ വികസിത ഭാവത്തെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ജന്മനാ